സ്വർഗത്തിൻ്റെ ക്ഷണക്കത്തുപോലെ എന്തൊരു സുന്ദര ജീവിതം, വിണ്ണിൻ പുഞ്ചിരി പോലുള്ള ജീവിതം. എന്തൊരു സുന്ദര ജീവിതം, യേശു നെഞ്ചോടു ചേർക്കുന്ന ജീവിതം. ദൈവത്തിൻ്റെ കയ്യൊപ്പു ചാർത്തിയ സ്വർഗത്തിൻ്റെ ക്ഷണക്കത്തുപോലെ എന്തൊരു സുന്ദര ജീവിതം, വിണ്ണിൻ പുഞ്ചിരി പോലുള്ള ജീവിതം. എന്തൊരു സുന്ദര ജീവിതം, യേശു നെഞ്ചോടു ചേർക്കുന്ന ജീവിതം. സമർപ്പിത ജീവിതത്തിനായി ഞങ്ങൾ പരിശീലിപ്പിച്ച യാത്രികളെ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ തിരുസഭയോട് ഗാഢമായി ഒന്നിപ്പിക്കണമെന്നും സമർപ്പണത്തിന്റെ അടയാളമായി ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന്റെ ഔദ്യോഗിക വസ്ത്രം ആശീർവദിച്ച് അവർക്ക് നൽകണമെന്നും ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയമക്കളെ, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു? പ്രത്യേക ചൈതന്യവും ജീവിതശൈലിയെ സ്വീകരിച്ച് അടുത്തറിയിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാനാളമായി കൈകൂപ്പി നിൽക്കും. പുലരിവെട്ടം പോലുണർന്നെഴുന്നേൽക്കും പ്രാർത്ഥനാനാളമായി കൈകൂപ്പി നിൽക്കും. വാക്കിലും നോക്കിലും ചിന്തയിലും നല്ലിടയന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കും. ആ മുഖം നോക്കി ആരും പറയും, യേശുവിൻ്റെ മുഖമേതുപോലിരിക്കും. ആ മുഖം നോക്കി ആരും പറയും, യേശുവിൻ്റെ മുഖമേതുപോലിരിക്കും. ദൈവത്തിൻ്റെ കയ്യൊപ്പു ചാർത്തിയ സ്വർഗത്തിൻ്റെ ക്ഷണക്കത്തുപോലെ എന്തൊരു സുന്ദര ജീവിതം, വിണ്ണിൻ പുഞ്ചിരി പോലുള്ള ജീവിതം. എന്തൊരു സുന്ദര ജീവിതം, യേശു നെഞ്ചോടു ചേർക്കുന്ന ജീവിതം. സുവിശേഷ ഉപദേശങ്ങളെ കുറിച്ച് വേണ്ടവിധം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ശേഷം വ്യക്തമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണ് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ പണവാഗ്ദാനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ മൃഗവാഗ്ദാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
വെണ്മയാക്കി അണിയിക്കണേ നാഥ പാവനാത്മാവിൻ വരദാന സമൃദ്ധിയാം ശുഭ്രവസ്ത്രം അണിയുമീ വസ്ത്രം പോൽ മാറ്റേണമേ നിന്ദാനമാം ജന്മം വെണ്മയാക്കി അണിയിക്കണേ നാഥ പാവനാത്മാവിൻ വരദാന
കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹിതരായ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ വേരൂർപ്പിക്കപ്പെട്ട അനുഗ്രഹീത സുദിനം പരിശുദ്ധമായ ദേവാലയത്തിൽ വിശുദ്ധമായ സന്യാസ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇനി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിൽ നിന്നും വേർതിരിച്ച് സ്നേഹമാകുന്ന ക്രിസ്തുവിനെ സ്വജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തിയ നല്ല ദൈവമേ, അങ്ങയുടെ അതുല്യമായ സ്നേഹത്തിന് നന്ദി പറയുന്നു. അഭിനന്ദ പിതാവേ, അഭിഷേകം ഒഴുകുന്ന ബലിയർപ്പണം പരികർമ്മം ചെയ്തു ഞങ്ങളുടെ എളിയ ജീവിതത്തെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചും സന്യാസ ജീവിതത്തിന്റെയും സമർപ്പണ ജീവിതത്തിന്റെയും മൂല്യം വിളിച്ചറിയിക്കുന്ന സന്ദേശത്തിനും അങ്ങയുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും അനുഗ്രഹ ആശംസകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ക്രിസ്തുവിന്റെ പ്രതിപുരുഷനും സ്വർഗത്തെ മുഴുവൻ ഈ അൾത്താരയിലേക്ക് വിളിച്ചെടുക്കാൻ കൃപ ലഭിക്കുകയും ചെയ്ത ബഹുമാനരായ വൈദികരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സത്കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ദൈവത്തിനുമുമ്പേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത നിങ്ങളുടെ സ്നേഹ സാന്നിധ്യത്തിന് ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിനത്തെ മനോഹരമാക്കുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൽ നിന്നും മറ്റു സന്യാസ സമൂഹങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ പുണ്യദിനത്തിന്റെ മനോഹരതയ്ക്ക് മാറ്റുകൂട്ടുവാൻ ഞങ്ങളുടെ വികാരിയച്ഛന്റെ നിരന്തര പ്രാർത്ഥനയും കഠിനമായ പ്രയത്നവും ഒന്നിച്ചു നിന്നുള്ള പിതാവിനടുത്ത സ്നേഹവും സേവന സന്നദ്ധതയും പ്രോത്സാഹനവും ഏറെ മാറ്റപ്പെടുന്നതായിരുന്നു എന്ന് എടുത്തു പറയാതെ തരമില്ല. അച്ഛനോട് ചേർന്ന് പ്രവർത്തിച്ച നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി കുട്ടംകുളം, ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ നെടുപ്പുറത്തിനുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പവിത്ര ദിനത്തിന് വേദിയാക്കുവാൻ ഈ ദേവാലയവും ഹാളും വിട്ടുതരികയും ഒരു കുറവും കൂടാതെ ദിവസങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി ഈ ദേവാലയത്തെ മനോഹരമായി ക്രമീകരിക്കുകയും ചെയ്ത സഹായ സഹകരണങ്ങൾ നൽകിയ ഇടവക കുടുംബത്തോടും കൈകാരന്മാർ, ദേവാലയ ശുശ്രൂഷി എന്നിവരോടും ഞങ്ങൾ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞങ്ങളുടെ സമൂഹ സ്ഥാപികയായ വിശുദ്ധ മറിയ ത്രേസ്യ ഇങ്ങനെ പറയുന്നത്, കന്യകകളുടെ ജീവിതം വളരെ മഹത്തായ ഒന്നാണ്. സഹസ്ഥാപകൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, വിശുദ്ധമായ ആഘാതത്തിന് വേണ്ടിയാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും മഹത്വവും വിശുദ്ധവുമായ ഈ ദേവളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച സമൂഹത്തിന്റെ പൈതൃകത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ പ്രചോദനമേകിക്കൊണ്ടിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട അമ്മയെയും കൗൺസിലേഴ്സ് ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. അവർ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ധൃതിനും സ്നേഹത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. പരിശീലനത്തിന്റെ തുടർന്നുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ വിളി ഉറപ്പിക്കാൻ സഹായിക്കുകയും നയിക്കുകയും ഇനി സന്യാസിനി സമൂഹത്തിൽ വ്രതം ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ഈ ദിനം ചൈതന്യദായകമാക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങുകയും പ്രയത്നിക്കുകയും അതിലേറെ പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്നേഹിതരായ സിസ്റ്റർ പ്രൊഫഷനോട് നന്ദി പറയുന്നതോടൊപ്പം ഏറ്റവും പ്രത്യേകമായി ഈ അടുത്ത ഒരുക്ക ദിവസങ്ങളിൽ സിസ്റ്റർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും പരിഗണനയ്ക്കും കരുതലിനും ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. സിസ്റ്റർ പ്രൊഫഷനോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ കൗൺസിലേഴ്സിനോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും ആത്മാർത്ഥമായ മുഖങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത ഒഫീഷ്യൽസിനോടും ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തു സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങൾക്ക് ഏറെ ദൂരമുണ്ടായിരുന്നിട്ടും അനുഗ്രഹസമ്പന്നനായ ദൈവം എല്ലാം കൃപയാക്കി മാറ്റുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വീകരിച്ച മുൻ പ്രൊഫഷൽ പ്രിയ നിറഞ്ഞ സിസ്റ്റർ മേരിസ് മമ്പിളിയെ നന്ദിയോടെ ഓർക്കുന്നു. ആരംഭത്തിൽ സിസ്റ്റർ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രചോദനങ്ങൾക്കും സന്തോഷത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ്
നൽകി വിവിധ ക്ലാസുകളിലൂടെയും പ്രചോദനവും അറിവും നൽകിയ ബഹുമാനപ്പെട്ട എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അപ്പനോടെടുത്ത കരുതലോടെ ആത്മീയോപദേശങ്ങൾ നൽകുകയും കരുണയുടെ കുദാശയായ വിശ്വകുമ്പസാരത്തിലൂടെ ദൈവകരുണയുടെ ആഴം മനസ്സിലാക്കി തരികയും ചെയ്ത ഞങ്ങളുടെ ആത്മീയ പിതാവായിരുന്ന സ്നേഹബഹുമാനപ്പെട്ട ഫാദർ മാത്യു കൂടപ്പുറം CMAക്ക് സ്നേഹാദരങ്ങളോടെ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സന്യാസ പരിശീലനത്തിനായി ദൈവമൊരുക്കിയ എല്ലാ പരിശീലന ഭവനങ്ങളെയും പ്രത്യേകമായി ഗുരുമുഖം നോക്കിയിരുന്ന് ക്രിസ്തുവിന് സ്നേഹം പകരാൻ വേദിയായി തീർന്ന നോയിഷിക് ഭവനമായ തുമ്പൂർ തിരുഹൃദയ ഭവനത്തെയും സിസ്റ്റർ സുപ്പീരിയറിനെയും സമൂഹാംഗങ്ങൾക്കും അനുദിന ദീർഘബലി അർപ്പിച്ച് ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തിയ തുമ്പൂർ ഭവനത്തിന്റെ കപ്ലോൺ സ്നേഹബഹുമാനപ്പെട്ട സിബു കള്ളാപ്പുറക്കലച്ചനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. കൂടി ശില്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചെറുകടിക്കുകയും വിരിച്ച ചെറുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവരെ നയിച്ചത് കർത്താവാണ്. ദൈവസ്നേഹമാകുന്ന പുതുവിന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കോടി നിറച്ചു നിന്ന് ഇന്ന് അട്ടാരിക്ക് മുൻപിൽ നിൽക്കുവാൻ രൂപീകരണത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ പരിശീലിപ്പിച്ച ഞങ്ങളുടെ എല്ലാ ഡയറക്ടേഴ്സിനെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ 2 വർഷ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്ന് എന്തിനും ഏതിനും സക്രാരിക്ക് മുമ്പിൽ ഓടിച്ചെല്ലാൻ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും താമ്പൂർ അനുഭവത്തിലായിരിക്കുമ്പോൾ ഗുരുമുഖത്ത് നോക്കി ശക്തി സ്വീകരിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ നോവിസ് ഡയറക്ടേഴ്സ് സിസ്റ്റർ നിർമ്മൽ, അമ്മയുടെ വാത്സല്യവും ഒപ്പം ഞങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷിയാകണമെന്ന ദൃഢതയോടെ ഞങ്ങളിലെ തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുകയും ചെയ്ത ഞങ്ങളെ സന്യാസ പദ്ധതിയിലേക്ക് വളർത്തിയ സിസ്റ്ററിനെ സ്നേഹത്തോടെ ഓർക്കുന്നു. സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ അധ്വാനങ്ങൾക്കും ത്യാഗങ്ങൾക്കും അതിലുപരി പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തിയതിനെയും ഓർത്ത് സിസ്റ്ററിന് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ ദിനത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുവാൻ അത്യധ്വാനം ചെയ്ത ലിറ്ററസി, കൊയർ, ഡെക്കറേഷൻ, ഹാൾ അറേഞ്ച്മെന്റ്, ഫുഡ്, മീഡിയ എന്നീ കമ്മിറ്റിയിലെ എല്ലാവർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബന്ധുമിത്രങ്ങൾക്കും നിങ്ങൾ ഉയർത്തിയ പ്രാർത്ഥനകൾക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ജന്മം നൽകി ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കളോടാണ്. നിങ്ങൾ ജീവിച്ചതും അധ്വാനിച്ചതും ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഏതൊരു പ്രതിസന്ധിയിലും തകരാതെ നിലകൊണ്ടതും ഞങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ഏറെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ വളർത്തുകയും ചെയ്ത് പിന്നീട് ഈശോയുടെ വേണ്ടി തിരിച്ചറിഞ്ഞ് സന്യാസത്തിലേക്ക് പോകണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ വളരെ വേദനയോടെ അതിലുപരി ത്യാഗത്തോടെ ഞങ്ങളെ കുറിച്ചുള്ള സ്വന്തം സ്വപ്നങ്ങൾ തകർത്ത് ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കായി വിട്ടുകൊടുത്തു. നിങ്ങളുടെ മുന്നേറ്റപ്പെടൽ നന്ദിയുടെ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത വഴിക്കായി നിങ്ങൾ കിടാതെ സൂക്ഷിച്ച ദൈവവിശ്വാസത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും കീഴ്വിട്ടമാണ് ഞങ്ങളുടെ ദൈവവിളിയുടെ ഉറവിടമെന്ന് ഞങ്ങൾ അഭിമാനത്തോടെ നന്ദിയോടെ ഏറ്റുപറയുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. സ്നേഹിതയായ മാതാപിതാക്കളെ, മറ്റെവിടെയായിരിക്കുന്നതിനേക്കാൾ ഞങ്ങൾ ഈ CHF സന്യാസിനി സമൂഹത്തിൽ സുരക്ഷിതരും സംതൃപ്തരും സന്തോഷവതികളുമായിരിക്കും. ദൈവകൃപയിൽ ആശ്രയിച്ച് വിശുദ്ധമായ ജീവിതം വഴി ക്രൂശിതരിൽ നിന്ന് കരുണാകര സ്നേഹം ഏറ്റുവാങ്ങി കുടുംബങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ വഴി ബലമേകട്ടെ. കൂട്ടുകൂടിയും ഇണങ്ങിയും പിണങ്ങിയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കൂടപ്പിറപ്പുകളെ നിങ്ങൾക്കും ആത്മാർത്ഥമായ നന്ദി പറയുന്നു. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ വൃദ്ധത്വ ജീവിതം അതിന്റെ വിശുദ്ധിയോടും ദൈവത്തിൽ ആശ്രയിച്ചും ആനന്ദത്തിന്റെ സാക്ഷികളായി ജീവിക്കാനും ജീവിതാന്ത്യത്തോളം നിലനിൽക്കാനും ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തണമേ എന്ന് യാചിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാറ്റിനും എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ
വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി ഒരുക്കിയെന്നെ എന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം ജീവൻ നേടാൻ